ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും സെയിൽ വീഡിയോ തന്നെയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളതെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ബൊഗെയിൻവില്ല തന്നെയാണ്. ഈ ഒരു പീച്ച് കളറിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ്. ഇതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപ. അടുത്തതും ബൊഗെയിൻവില്ലയുടെ ഒരു വെറൈറ്റി തന്നെയാണ്. നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതാണ് പൂക്കൾ. നല്ല ഭംഗിയാണ് കാണാൻ. വിരിയുന്ന സമയത്ത് ഒരു വൈറ്റ് കളറും പിന്നീട് അതൊരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് മാൻഡിവില്ല പ്ലാന്റ് ആണ്. മാൻഡിവില്ലയുടെ യെല്ലോ ആണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത്. ഇതാണ് പൂക്കൾ. ഒരു കെയറിൻ്റെ ആവശ്യമില്ല. പടർത്തി വിട്ട് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സമയത്തും ചെടി നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് മാൻഡിവില്ല. മാൻഡിവില്ലയുടെ യെല്ലോ നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് മിനിയേച്ചർ വൈറ്റ് മുസാണ്ടയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പൂക്കളും മുട്ടുകളും ഒക്കെ ആയ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് വെള്ള അരളിയാണ്. മിനിയേച്ചർ വെറൈറ്റിയാണ്. നമ്മുടെ നാടൻ പോലെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ ചെറിയ ചെടിയായിരിക്കും നമ്മൾ തന്നെ നമുക്ക് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്. അരളിപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങി വെക്കാവുന്നതാണ്. ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്ത പ്ലാന്റ് ചൈനാഡോളാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ലീഫൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഒരു പ്ലാസ്റ്റിക് പോലൊക്കെയാണ് ലീഫ് നിൽക്കുക. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് പിങ്ക് ലേഡിയാണ്. പിങ്ക് ലേഡി നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നിൽക്കുന്ന കണ്ടാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു ലൈറ്റ് പിങ്ക് കളറിൽ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറിലൊക്കെയാണ് ഇതിൻ്റെ ലീഫ് വരിക. ഇതാണ് പ്ലാന്റ്. വളരെ കുഞ്ഞു ലീഫുമായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് ലേഡി. ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. നമ്മൾ ഈ ഒരു പോട്ടിൽ തന്നെയായിരിക്കും പ്ലാന്റ് അയക്കുക. പോട്ടോട് കൂടി തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ക്യാറ്റ്സ് ക്ലോയാണ്. നല്ല മഞ്ഞ നിറത്തിൽ ചെടി നിറയെ ഇപ്പോൾ പൂക്കളുടെ ആ ഒരു സമയം കൂടിയാണ്. മിക്ക സ്ഥലങ്ങളിലും ക്യാറ്റ്സ് ക്ലോ ഇതുപോലെ പടർത്തി നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്ന ആ ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ക്യാറ്റ്സ് ക്ലോയുടെ ഈ ഒരു സൈസ് പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് മണിക്കൊന്നയാണ്. മണിക്കൊന്ന അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരുകളുള്ള ഒരു പ്ലാന്റാണിത്. നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതുപോലെ പൂക്കൾ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കും. പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് ചെടി നിറയെ പൂക്കളായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക ഈ ഒരു സൈസാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ്. നിക്കോഡിയയുടെ പൂക്കളും അതുപോലെ ഇലകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഒരുപാട് തവണ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതാണ് നിക്കോഡിയ പ്ലാന്റ്സ്. നിക്കോഡിയയുടെ ഒരു പ്രത്യേകത അധികം വെള്ളം വേണ്ടാത്ത ഒരു ചെടിയാണ്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ എപ്പോഴും ഒരു വരണ്ട മണ്ണാണ് നിക്കോഡിയ പ്ലാന്റിന് നല്ലത്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളും കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു ആഷ് കളറിലാണ് ഇലകൾ നിൽക്കുക. നല്ല വെയിലത്തേക്ക് നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇലകളുടെ വലുപ്പം ചെറുതായി വരുന്നതായിട്ട് കാണാം. അതുപോലെ പൂക്കൾക്ക് നിറം കൂടി വരുന്നതും കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അയക്കുക. ഈ ഒരു പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കളും അതുപോലെ തന്നെ കായ്കളും ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ആപ്പിളിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെറിയ കായ്കളായിട്ട് നിൽക്കുക. ചെറിയൊരു പുളിപ്പും അതുപോലെ മധുരമൊക്കെ കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ്. നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ഹെമീലിയ പ്ലാന്റ് ആണ്. നല്ലൊരു ഓറഞ്ച് നിറത്തിൽ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. നമുക്കിത് ചെറിയ കുറ്റിച്ചെടിയായിട്ടോ അതല്ലെങ്കിൽ കുറച്ച് വലിയ മരമായിട്ടോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് റോസിഡ പ്ലാന്റ് ആണ്. റോസിഡയുടെ യെല്ലോ ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ബാക്കി കളേഴ്സൊക്കെ ഉടനെ തന്നെ വരുന്നുണ്ട്. റോസിഡ പ്ലാന്റ്സ് ഇപ്പോൾ നല്ല ഡിമാൻഡായി വരുന്ന ഒരു പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ്. പൂക്കൾ കാണാൻ പ്രത്യേക ഭംഗിയാണ് റോസിഡ പ്ലാന്റ്സിൻ്റെ. ഇതാണ് യെല്ലോ കളറിൽ ഉള്ള പൂക്കൾ. ഇതുപോലെ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ റോസിഡയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ഫൈക്കസ് പേരയാണ്. ഇതാണ് ഫൈക്കസ് പേരയുടെ കായ്കൾ. നല്ല മഞ്ഞ നിറമാണ് കായ്കൾക്ക് വരിക. സ്ട്രോബെറി പേരയും ഫൈക്കസ് പേരയും കായ്കളുടെ നിറത്തിൽ മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തിയായ വലിയ പ്ലാന്റ്സ് ആണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് സ്ട്രോബെറി പേരയാണ്. സ്ട്രോബെറി പേര ഞാൻ പറഞ്ഞല്ലോ ഫൈക്കസ് പേരയുമായിട്ട് കളറിൽ മാത്രമേ കായ്കൾക്ക് വ്യത്യാസമുള്ളൂ. നല്ല ഡാർക്ക് റെഡ് കളറായിരിക്കും കായ്കൾ വരിക. അപ്പോൾ സ്ട്രോബെറി പേരയുടെ സൈസ് വരിക ഈ ഒരു സൈസ് ആയിരിക്കും. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് ലോറോപെറ്റലം പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ് ലോറോപെറ്റലം. നല്ല ഡാർക്ക് മജന്ത കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക്. അതുപോലെ തന്നെ നമ്മൾ ലീഫ് കാണാനും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് മിൽക്കി ബാംബു ആണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഈ ഒരു യെല്ലോ കളറ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഈ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് പീസ് ലില്ലി ആണ്. പീസ് ലില്ലിയും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഇൻഡോറിലൊക്കെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി. പീസ് ലില്ലിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ്. പൂച്ചപ്പഴത്തിൻ്റെ തൈകൾ നമ്മൾ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ഫ്രൂട്ടാണിത്. ഇതാണ് ഇതിൻ്റെ കായ്കൾ. വളരെ കുഞ്ഞൊരു പഴമാണ്. പക്ഷേ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണിത്. പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിൽ ഇഷ്ടംപോലെ കണ്ടിരുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും നട്ടുപിടിപ്പിക്കുകയാണ്. കാരണം ചെറിയ ഫ്രൂട്ടാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ അത്രത്തോളമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായകൾ കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് പൂക്കൾ. ഇത് കണ്ടോ, പൂച്ചയുടെ രോമം പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നതെന്ന് തോന്നുന്നു. ഒരുപാട് തേനീച്ചകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കളും കാണാം. അതുപോലെ നമുക്ക് പഴവും തിന്നാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരിക. നല്ല ഭംഗിയിൽ കേളിയായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിന് 45 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. തുടർന്നും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.